ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾക്ക് ഒരാഴ്ച ആനുവൽ ലീവ് എടുത്ത് ഞങ്ങൾ ലണ്ടൻ കറങ്ങാൻ പോവുകയാണ്. പപ്പയും മമ്മിയും വന്നിട്ട് എങ്ങും കൊണ്ടുപോയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആദ്യം ലണ്ടൻ കറങ്ങാം, അത് കഴിഞ്ഞ് സ്കോട്ട്ലൻഡ് കറങ്ങാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റേഴ്സിൻ്റെ ലീവും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഒരാഴ്ച ആനുവൽ ലീവ് എടുത്തിട്ട് പോവുകയാണ്. ഒരു 6-7 ദിവസത്തെ ട്രിപ്പാണ്. അപ്പം ഇനിയുള്ള വീഡിയോകൾ ഞങ്ങളുടെ ഞെട്ട വിശേഷങ്ങളായിരിക്കും. സ്വസ്ഥീകർത്താവുന്നവരുടെ സ്ത്രീകളിലേക്ക് അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഞങ്ങളുടെ എതിർപ്പിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങനെ 1 വീക്ക് ലണ്ടൻ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് പോലെ വൈകുന്നേരം 4 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എല്ലാവരും കൂടി ഒരു പ്രാർത്ഥന നടത്തി വീട് പൂട്ടി എല്ലാവരും വണ്ടിയിൽ കയറി. ഞങ്ങൾ 3 പേരും അതേപോലെ തന്നെ എൻ്റെ പപ്പായും മമ്മിയുമാണ് ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് ഡംഫ്രീസ് മുതൽ കിങ്സ്റ്റൺ വരെ 357 മൈലാണ് ഉണ്ടായിരുന്നത്. അതായത് 574 കിലോമീറ്റർ. 6 nights and 7 days ആയിരുന്നു ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നത്. ഓരോ ദിവസത്തെയും എവിടെയൊക്കെ യാത്ര ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ട്രാവൽ പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ ഇരുവശവും മനോഹരമായ കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് സർവീസ് എടുക്കാമെന്ന്. ഇനിയുള്ള ദിവസങ്ങളിൽ KFCയും മാക്ഡൊണാൾഡ്സും തന്നെ ആശ്രയിക്കേണ്ടി വരുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഡിന്നറിനുള്ള ചോറും കറികളും ഞാൻ തയ്യാറാക്കിയിരുന്നു. നമ്മുടെ ഫുഡിൻ്റെ സ്മെല്ലൊന്നും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ലാത്തതിനാൽ തന്നെ ഞങ്ങൾ വണ്ടിയുടെ സൈഡിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അതിനുശേഷം ആവശ്യമുള്ള ബ്രേക്കും റെസ്റ്റും ഒക്കെ എടുത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് പോലെ തന്നെ ആദ്യത്തെ ദിവസത്തെ സ്റ്റേ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ കിങ്സ്റ്റണിലായിരുന്നു. അതിനുശേഷമുള്ള 3-4 ദിവസത്തേക്ക് ഞങ്ങൾ Airbnb ബുക്ക് ചെയ്തിരുന്നു. 6th and 7th ഡേ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പഴയ സ്ഥലമായ സ്വിൻഡനിലും ഞങ്ങൾ സ്പെൻഡ് ചെയ്യാമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങൾ കിങ്സ്റ്റണിലെത്തിയപ്പോൾ ഏകദേശം 11-12 ആയിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുട്ടേജ് ഒന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ കിങ്സ്റ്റൺ ടൗൺ സെൻറ്റർ കറങ്ങാനായിട്ട് ഇറങ്ങി. കിങ്സ്റ്റൺ ഒരു പുരാതന ചരിത്രം പറയുന്ന നഗരം കൂടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു സ്ഥലം ഇംഗ്ലീഷ് രാജാക്കന്മാരുടെ രാജാഭിഷേക കേന്ദ്രമായിരുന്നു. ഇന്നത്തെ കിങ്സ്റ്റൺ സജീവമായ ഒരു ഷോപ്പിംഗ് ഹബ്ബാണ്. ബെൻഡാൾ സെൻറ്ററിലും പരിസരവുമുള്ള മാർക്കറ്റുകളിലും നമുക്ക് അത്യാധുനിക ബ്രാൻഡുകളും ക്ലാസിക്കൽ കടകളും കാണാൻ കഴിയും. കിങ്സ്റ്റൺ കൗൺസിൽ ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന പല ആനിമൽസിൻ്റെ സ്റ്റാച്ചു അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ട് കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തു. കിങ്സ്റ്റണിൻ്റെ തെരുവുകളിൽ കൂടി നടക്കുമ്പോൾ അവിടുത്തെ സ്ഥിരമായി ശ്രദ്ധയാകർഷിക്കുന്ന വേറൊരു കാര്യമാണ് തെരുവിൽ സംഗീതം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ. ചിലർ ഗിറ്റാറുമായി പഴയ പാട്ടുകൾ ആലപിക്കും, ചിലർ വയലിനിൽ ക്ലാസിക്കൽ ശൈലിയിൽ സംഗീതം പാടും. ഞങ്ങളെ കണ്ട ഉടനെ ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലായതിനാൽ അവിടെ ഹാർമോണിയം വായിച്ചുകൊണ്ടിരുന്ന മ്യൂസിഷ്യൻ ഒരു ബോളിവുഡ് സോങ്ങിൻ്റെ മ്യൂസിക് ഇട്ടു തന്നു. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അട്രാക്റ്റീവ് പ്ലേസ് ആണ് ബെൻഡാൾ ഷോപ്പിംഗ് സെൻറ്റർ.
ലോകോത്തര ബ്രാൻഡുകളുടെ വൻ ശേഖരണമാണ് ഇവിടെ ഉള്ളത്. കിങ്സ്റ്റൺ നഗരത്തിന്റെ ഹൃദയമാണ് തേംസ് നദി. ഒരുപാട് മനുഷ്യർ തങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടിയും നായകളോടുകൂടിയും അതിൽ നടക്കുന്നത് കാണാം. കയാക്കിങ്ങും ബോട്ടിങ്ങും എല്ലാം മറ്റൊരു ആകർഷണമാണ്. നയൻറ്റീസുകളിൽ ഇറങ്ങിയ നിരവധി ബോളിവുഡ് ആൻഡ് ഹോളിവുഡ് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാൻബറി ഗാർഡൻസിലൂടെ കുറച്ച് നേരം നടന്നതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് പോയിരുന്നു. കുറേ അധികം ഡക്കുകളും സ്വാനികളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ബ്രെഡ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് സെറാഫിൻ അത് ഡക്കിന് കൊടുത്തു. അവൾ വളരെ എൻജോയ് ചെയ്താണ് ഡക്കിന് ഫീഡ് ചെയ്തത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ആ പാലത്തിന് മുകളിൽ കൂടെ ട്രെയിൻ കടന്നു പോകുന്നത്. ആയിരത്തി 1858 സ്ഥാപിതമായ UK-യിലെ ഏറ്റവും പഴയ ക്ലബ്ബുകളിൽ ഒന്നായ കിങ്സ്റ്റൺ റോയിങ് ക്ലബ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രായഭേദമന്യേ പലരും ഇവിടെ റോയിങ് പരിശീലനം നേടുന്നുമുണ്ട്. വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂറിസ്റ്റ് ബോട്ടുകളും തേംസ് നദിയിലൂടെ നീങ്ങുന്നത് കാണാൻ സാധിച്ചു. ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ പ്രത്യേക അനൗൺസ്മെന്റ് ആ ബോട്ടുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അവർക്ക്.
ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ചങ്ങാടം ഉപയോഗിക്കുമായിരുന്നല്ലോ, അതാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. കിങ്സ്റ്റൺ അപ്പോൺ തേംസിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ബാക്കിയുള്ള ഞങ്ങളുടെ ലണ്ടൻ വിശേഷങ്ങൾ കാണുന്നതിനായി സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മല്ലി സ്കോട്ട് ഫാമിലി യൂട്യൂബ് ചാനൽ.